ഐ ഹോൾ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അച്ചീസ് വേൾഡ്. ഡേറ്റ്സ് വെച്ചിട്ടൊരു അടിപൊളി സ്നാക്സ് റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ് കേട്ടോ. എൻ്റെ മനസ്സിൽ വന്നൊരു ഐഡിയ ആണ്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. ആദ്യം നമുക്ക് ഡേറ്റ്സിൻ്റെ കുരുവൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ബദാം വെച്ചിട്ട് കവർ ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോസൊക്കെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ഡേറ്റ്സിൻ്റെ ഉള്ളിൽ ബദാം വെച്ചിട്ട് കവർ ചെയ്തിട്ടാം. ഇതിന് പകരം മറ്റേ കാഷ്യൂ നട്ട് ഉണ്ടെങ്കിൽ അത് വെച്ചാലും മതി കേട്ടോ. ഇനി വാൾനട്ട് ഉണ്ടെങ്കിൽ വാൾനട്ടും വെക്കാം കേട്ടോ. ഏത് വേണമെങ്കിലും വെക്കാം. ഞാൻ അപ്പോൾ ഇവിടെ ബദാമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഡേറ്റ്സ് വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ എല്ലാ ഡേറ്റ്സിൻ്റെ ഉള്ളിലും ഞാൻ ബദാം വെച്ചിട്ട് കവർ ചെയ്തിട്ടാം. ഇനി നമുക്കൊരു ബാറ്റർ റെഡിയാക്കണം. അത് മൈദമാവ് വെച്ചിട്ടാണ് ഞാൻ ബാറ്റർ ആക്കണം കേട്ടോ. അതിനായിട്ട് ഒരു കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അത് കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഒരു തിക്ക് ബാറ്റർ വേണം കേട്ടോ. അധികം ലൂസ് ആവാൻ പാടില്ല. അധികം ലൂസായാൽ ഡേറ്റ്സുമേ ഈ ബാറ്റർ പിടിക്കില്ല കേട്ടോ ഡിപ്പ് ചെയ്യുമ്പോൾ. അപ്പോൾ ഒരു തിക്ക് ബാറ്ററിൽ ഉണ്ടാക്കണം കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. പിന്നെ ഇതിലേക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ. ഞാൻ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയത് ബ്രൗൺ ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ. അതാണ് ഇങ്ങനെ ഒരു ഡാർക്ക് കളർ കാണുന്നത്. ഇനി നമുക്ക് ഓരോ ഡേറ്റ്സും ഈ ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് വെക്കാം കേട്ടോ. ഞാൻ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ട്രൈ ആക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും കൂടി ഒന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാ ഡേറ്റ്സും ഈ ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കിത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യാം. ഇതുപോലെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ ഈ ഡേറ്റ്സ് നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ ഡേറ്റ്സ് മൊത്തം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ടിത് ഇതുപോലെ ഓരോ ഡേറ്റ്സും ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ സ്നാക്സ് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് ബ്രെഡ് ക്രംസൊക്കെ കരിഞ്ഞു പോകും. അങ്ങനെ ഡേറ്റ്സിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ മറ്റേ സൈഡും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഡേറ്റ്സിൻ്റെ 2 സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള ഡേറ്റ്സും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഡേറ്റ്സ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഡേറ്റ്സ് ഫ്രൈ ആണിത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത ഇതുപോലത്തെ നല്ലൊരു വീഡിയോയുമായി വരണവരെ ബൈ. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്.